നമസ്കാരം. കോൺഗ്രസിൽ നിലവിൽ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഏകാധിപത്യമായ ഒരു നിലപാടാണ് അവിടെ നടക്കുന്നത്. മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസിന്റെ തലപ്പത്തുണ്ടെങ്കിലും ഒരു റോളുമില്ല എന്നത് വ്യക്തമാണ്. കോൺഗ്രസിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര തുടങ്ങിയവരാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷനാണെങ്കിൽ പോലും അവിടെ ഒരു അധ്യക്ഷ പദവിയായിട്ട് ഒരു കസേരയിൽ വെറുതെയാണ് ഇരിക്കുന്നത്. കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ അമ്മയും ഉൾപ്പെടെയുള്ളൊരു സംഘമാണ്. വെറുതെ ഇരുന്ന സമയത്ത് ഖാർഗെക്കൊരു തോന്നൽ, മോദിയെ ഒന്ന് ചൊറിഞ്ഞാലോ എന്ന്. സിംഹത്തിന്റെ കൂട്ടിൽ ചെന്ന് തലയിട്ടാൽ എന്ത് സംഭവിക്കും? അത് തന്നെ ഖാർഗെക്ക് സംഭവിച്ചു. രാഹുൽ ഗാന്ധിയുടെ അടുത്ത് കളിക്കുന്നത് പോലെ മോദിയുടെ അടുത്ത് ചെന്ന് കളിച്ചാൽ മോദി വലിച്ചു കീറുമെന്ന് മല്ലികാർജ്ജുന ഖാർഗെ കരുതിയില്ല. രാഹുലിന്റെ അടുത്ത് ചെന്ന് കളിക്കുന്നത് പോലെ ഖാർഗെ മോദിയുടെ അടുത്ത് കളിച്ചാൽ മോദി ചിരിച്ചുകൊണ്ട് വിടുമെന്ന് ആണ് ഖാർഗെ കരുതിയത്. ഒരു ബോറടിയൊക്കെ മാറ്റാമെന്ന് കരുതിയാണ് മല്ലികാർജ്ജുന ഖാർഗെ നരേന്ദ്രമോദിയുടെ അടുത്ത് ചെന്നത്. ഒരു സംഭവം ഇതാണ്: ഡൽഹി വിമാനത്താവളത്തിൽ ഒരു ഭാഗത്തെ മേൽക്കുര തകർന്ന് ഒരാൾ മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നു. എന്നാൽ പിന്നെ അതിൽ പിടിച്ച് തൂങ്ങാമെന്ന് ഖാർഗെക്ക് കരുതി. മോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് തകർന്നതെന്ന് ഖാർഗെ അടിച്ചങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് വിട്ടു. ഒരു പോസ്റ്റ് അങ്ങോട്ടങ്ങ് കാച്ചി. ഈ പോസ്റ്റ് ഇത്ര പെട്ടെന്ന് വൈറലാകുമെന്ന് ഖാർഗെ പോലും കരുതിയില്ല. മോദി പണിയുന്നതെല്ലാം ഇത്തരത്തിൽ തകർന്നു വീഴുകയാണെന്നും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം വേണമെന്നും ഖാർഗെ അങ്ങ് കൂട്ടിച്ചേർത്തു. അത് ഫേസ്ബുക്കിൽ ആ പോസ്റ്റിൽ ഒരു ഹെഡ്ലൈനായിട്ട് കൊടുത്തു. ആ സ്പോട്ടിൽ തന്നെ കേന്ദ്രമന്ത്രി രാം മോഹൻ നായിഡു ആ പോസ്റ്റിന് ഒരു മറുപടിയുമായി എത്തി. അതോടെ മല്ലികാർജ്ജുന ഖാർഗെ നാണം കെട്ട ഒരവസ്ഥയിലായി. വടി കൊടുത്ത് അടി വാങ്ങിച്ചെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഖാർഗെ. കേന്ദ്രമന്ത്രി കൊടുത്ത മറുപടി ഇതാണ്: 2008 കാലഘട്ടത്തിൽ UPA സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച മേൽക്കൂരയാണ് കഴിഞ്ഞ ദിവസം തകർന്ന് വീണതെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി രാം മോഹൻ നായിഡു മറുപോസ്റ്റ് ഇട്ടതോടെ AICCയുടെ അധ്യക്ഷന് ഉത്തരം മുട്ടി. ഇനി ഇതിന്റെ പേരിൽ ഒരു CBI അന്വേഷണം വരുമോ എന്ന് പേടി കോൺഗ്രസിനുണ്ട്. ചുമ്മാതെ എന്തെങ്കിലും പറഞ്ഞ് BJP സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കോൺഗ്രസിന് ഉത്സാഹമാണ്. അവിടെ അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീണു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായൊരു കാര്യം. അങ്ങനെ നാണം കെട്ട് പണി വാങ്ങിച്ച് പിടിക്കുക കോൺഗ്രസിന് ഒരു പുത്തരിയല്ല എന്നത് വ്യക്തമാണ്. ഈ പരിപാടിക്കെല്ലാം ഏറ്റവും വിദഗ്ധനെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി രാഹുൽ ഗാന്ധിയാണ്. ചുമ്മാ ചെന്ന് മോദിയെയും അമിത്ഷായും ഉൾപ്പെടെയുള്ള BJPയുടെ മുതിർന്ന നേതാക്കളെയും പാർട്ടിയേക്ക് ഒന്ന് ചൊറിയും, അല്ലെങ്കിൽ അശ്ലീലമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കും. അതോടെ രാഹുൽ പെടുന്ന അവസ്ഥയാണ് കാണുന്നത്. നേരെ ചെന്ന് നിൽക്കുന്നത് ഹൈക്കോടതിയിലായിരിക്കും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിലുമുണ്ട് സൗരഭ്യം എന്ന അവസ്ഥയാണ് ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെക്കും ഉണ്ടായത്. രാഹുലിന്റെ കൂടെ നടന്ന് രാഹുലിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം മല്ലികാർജ്ജുന ഖാർഗെക്കും കിട്ടി. ചുമ്മാ ഇരുന്ന് ഓരോ നേതാക്കന്മാരെ കുറിച്ച് അത് പറയുക, അല്ലെങ്കിൽ ചുമ്മാ ചൊറിയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ചുമ്മാ കള്ളത്തനം പറിച്ചു വിടുക എന്ന അവസ്ഥ. ഇപ്പോൾ ഒരു പേടിയെന്ന് വെച്ചാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഒരു അന്വേഷണം BJP പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായി കാണുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്.